MGR തമിഴ് മക്കൾക്ക് കാണപ്പെട്ട ദൈവമാണെങ്കിലും മലയാളക്കരയിൽ നിന്നും ഏഴൈത്തോഴനെ ആരാധനാമൂർത്തിയായി കാണുന്ന വ്യക്തിയാണ് കുട്ടനെന്ന് കൂട്ടുകാർ വിളിക്കുന്ന ഇയാൾ. എൻ്റെ അങ്ങേര് തറവാട്ടുപേരൊന്നാണ്. അങ്ങേര് മരുതൂര് ഗോപാലൻ നായരുടെ മകനാണ്. ഞാനും മരുതൂരിയാണ്. അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേകത പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ആദ്യം മുതൽ തന്നെ ഈ MGRൻ്റെ സിനിമകളാണ് ചെറുപ്പം മുതലേ നമ്മളെ സ്വാധീനിച്ചിരുന്നത്. പിന്നെ അങ്ങേരെ ഇപ്പം സംബന്ധിച്ച് ഒരു നല്ല മനുഷ്യനാണെന്നുള്ള നിലയ്ക്ക് നമ്മൾ വളരെ കാര്യമായിട്ട് അങ്ങേരെ ശ്രദ്ധിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. തമിഴ് സിനിമയിൽ പല ആൾക്കാരും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അതുപോലെയല്ല, MGR സിനിമയിൽ കൂടി മാത്രമല്ല അങ്ങേരത്. കാലത്ത് MGRൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൽ ഇപ്പം നമ്മുടെ പടം, ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ രാമോർമ്മ തിയേറ്റർ, ജോസ് തിയേറ്റർ, ഇങ്ങനെ 2 തിയേറ്ററുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ MGRൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ 6 മാസം 7 മാസം 8 മാസമൊക്കെയാണ് ഇവിടെ കളിക്കുക. എടുത്തു പറയാൻ പറ്റാവുന്ന അന്ന് അതിൽ വന്നു കഴിഞ്ഞപ്പോൾ നാടോടി മന്നൻ, എങ്കവിട്ടുപിള്ളൈ, അടിമപ്പൻ, അങ്ങനെയൊക്കെ കുറേ സിനിമകളുണ്ട്. തെക്കേ മഠത്തിനടുത്ത് പത്മരാഗം എന്ന പേരിൽ സ്റ്റൗ റിപ്പയറിംഗ് സെൻറ്റർ നടത്തുന്ന ഇയാൾ MGR ചിത്രങ്ങളിലൂടെ നെഞ്ചേറ്റിയ ആ വ്യക്തിപ്രഭാവം ഇന്നും ഒരാവേശമായി കൊണ്ടു നടക്കുകയാണ്. എൻ്റെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേര് പാലക്കാട് അതൊരു ഇലക്ഷൻ്റെ എന്തോ പ്രചരണത്തിൽ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഞാൻ കാണാൻ പോയിരുന്നു. പക്ഷെ അന്നൊന്നും കാണാനൊന്നും പറ്റിയൊന്നുമില്ല, തിരിച്ചു പോന്നു. ഞാൻ ജീവിതത്തിൽ അങ്ങേരെ കണ്ടിട്ടില്ല, ജീവനോടെ കണ്ടിട്ടില്ല. മരിച്ചു എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര പ്രയാസം തോന്നിയിരുന്നു, വളരെയധികം പ്രയാസം തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇത് മാത്രമല്ല, ഇതിൻ്റെ അങ്ങേരെ സംബന്ധിച്ചിടത്തോളം പല ഇതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് പിന്നെ അത് പോവാതെ നമ്മൾ കാത്ത് സൂക്ഷിച്ചിരുന്നു മാത്രം. എപ്പോഴും നമ്മൾ ഇടയ്ക്കെടുത്തൊക്കെ ഒന്ന് വായിക്കുന്ന ഇതാണ്. കാരണം മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പഴയകാല ചിത്രങ്ങൾ നെഞ്ചിലും പത്രത്താളുകളുടെ ശേഖരത്തിലും കൊണ്ടു നടക്കുന്ന ഇയാൾ മനസ്സിൽ MGRനായി പണിയുന്നത് ആരാധനയുടെ ശ്രീകോവിൽ തന്നെയാണ്. നേരത്തെ കുറേ ഉണ്ടായിരുന്നു, എല്ലാം കംപ്ലീറ്റ് ഒന്നും എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ AKG വരെ ഉണ്ടായിരുന്നു. AKG ഇതേപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഒരു ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് AKG. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് EMS, നായനാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അതിൽ പ്രഗത്ഭമായിട്ട് ഞാൻ ഒന്ന് സൂക്ഷിച്ചിരുന്നു. ഒന്ന് ഇന്ദിരാഗാന്ധി, ഒന്ന് AKG ആയിരുന്നു. മണിരത്നം ആ സിനിമ അത് എടുത്ത പോലെ ശരിക്കും കൊണ്ടുവരാൻ പറ്റില്ല അദ്ദേഹത്തിന്. അതായത് അന്ന് ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ജയലളിതയാണ് അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി. ഈ പടം ഏകദേശം പകുതി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് കരുണാനിധിയായി അവിടുത്തെ മുഖ്യമന്ത്രി. അങ്ങനെ ആദ്യം കൊടുക്കുന്ന സ്ക്രിപ്റ്റും ആ കഥയും വെച്ച് നോക്കുകയാണെങ്കിൽ ആ പടം തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം DMK-കാർ കത്തിച്ചു കളഞ്ഞു. എൻ്റെ പേരിൽ അത് അങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ളതാണ് ആ പടം നല്ല പടമായിരുന്നു.